ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ പ്രമാണിച്ച് ഡിസംബറിലെ ക്ഷേമ പെൻഷൻ ഈ മാസം 15 മുതൽ വിതരണം ആരംഭിക്കും. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വർദ്ധിപ്പിച്ച 2000 രൂപ വീതമാണ് ലഭിക്കുക. ഇതിനായി 1045 കോടി രൂപ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അനുവദിച്ചു. 62 ലക്ഷത്തോളം പേർക്കാണ് പെൻഷൻ ലഭിക്കുന്നത്. 26.62 ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക എത്തും. മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും. കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് മുകളിൽ ചുമത്തുന്ന സാമ്പത്തിക ഉപരോധങ്ങളെ നേരിട്ടും അർഹരായവർക്കെല്ലാം ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തു. ക്ഷേമ പെൻഷൻ 600 രൂപയിൽ നിന്നും 2000 രൂപയായി വർദ്ധിപ്പിച്ചത് പിണറായി സർക്കാരുകളാണ്. 2011 ഉമ്മൻചാണ്ടി സർക്കാർ 100 രൂപ വർദ്ധിപ്പിച്ച് 600 രൂപയാക്കിയ ക്ഷേമ പെൻഷൻ പിണറായി സർക്കാർ 1600 രൂപയായി ഉയർത്തി. അത് ഈ സർക്കാർ വീണ്ടും 2000 രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇനി ഡിസംബർ മാസം മുതലുള്ള പെൻഷൻ കിട്ടാത്ത ആളുകൾ ആരൊക്കെയാണെന്ന് നോക്കാം. സമൂഹത്തിലെ വിവിധ മേഖലകളിൽ ഉള്ളവർക്ക് അവരുടെ ജീവിതത്തിൽ വലിയ ആശ്വാസമാകുന്ന ഒന്നാണ് പ്രതിമാസം ലഭിക്കുന്ന ഈ പെൻഷൻ. സർക്കാർ ജീവനക്കാരുൾപ്പെടെ ഈ ആനുകൂല്യം വാങ്ങുന്നവരാണ്. ഈ പെൻഷൻ യഥാർത്ഥ ഗുണഭോക്താവിന് തന്നെയാണോ ലഭിക്കുന്നതെന്ന് സ്ഥിരീകരിക്കാൻ എല്ലാ വർഷവും എല്ലാ പെൻഷൻകാരും ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് സർക്കാർ ആവശ്യപ്പെടുന്നു. അതായത് ആ വ്യക്തി ജീവിച്ചിരിക്കുന്നു എന്നുള്ള സർട്ടിഫിക്കറ്റ്. സർക്കാർ രേഖകൾ അപ്ഡേറ്റ് ചെയ്യാൻ മാത്രമല്ല, തട്ടിപ്പും വഞ്ചനയും ഉൾപ്പെടെ നടക്കാതിരിക്കാനുള്ള ഒരു പ്രധാന മാർഗം കൂടിയാണിത്. ഈ വർഷത്തെ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട കാലാവധി കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ നവംബർ 30 അവസാന ദിവസം. ഈ നിശ്ചിത സമയത്തിനുള്ളിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്ത പെൻഷൻകാർക്ക് ഡിസംബറിലെയും അതിനുശേഷമുള്ള പെൻഷനും ലഭിക്കില്ല എന്നാണ് ഇതുവരെയുള്ള വിവരം. ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ടെന്ന് തെളിയിക്കുന്ന ലളിതവും നിർണായകവുമായ രേഖയാണ് ലൈഫ് സർട്ടിഫിക്കറ്റ്. ഈ രേഖയുടെ അടിസ്ഥാനത്തിലാണ് സർക്കാരും ബാങ്കുകളും പെൻഷൻ പേയ്മെന്റ് തുടരുന്നത്. ഈ സർട്ടിഫിക്കറ്റ് കൃത്യസമയത്ത് സമർപ്പിച്ചില്ലെങ്കിൽ സർക്കാർ പെൻഷൻ ആനുകൂല്യം നിർത്തും. മാത്രമല്ല, ഇത് പുനരാരംഭിക്കാൻ കൂടുതൽ സമയമെടുക്കാനും സാധ്യതയുണ്ട്. ഈ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ വിവിധ വഴികളുമുണ്ട്. നേരിട്ട് സമർപ്പിക്കാം. ഇതിനായി പെൻഷൻ എത്തുന്ന ബാങ്കുകളിലേക്ക് ഉപഭോക്താവ് പോകേണ്ടതായുണ്ട്. അവിടെയുള്ള ലൈഫ് സർട്ടിഫിക്കറ്റ് ഫോം പൂരിപ്പിച്ച് നൽകേണ്ടതാണ്. വർഷങ്ങളായി കൂടുതൽ പെൻഷൻകാരും ഈ രീതിയാണ് പിന്തുടരുന്നത്. വിശദാംശങ്ങൾ ബാങ്ക് ജീവനക്കാർ സ്വീകരിച്ച് സർക്കാരിനെ അറിയിക്കുകയും ചെയ്യുന്നു. ഡിജിറ്റൽ രീതി വഴിയും പെൻഷൻകാർക്ക് അവരവരുടെ വീടുകളിൽ നിന്നും ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള വഴിയുണ്ട്. മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ് കണക്ഷൻ, ആധാറുമായി ബന്ധിപ്പിച്ച നമ്പർ എന്നിവ ഉപയോഗിച്ച് പെൻഷൻകാർക്ക് തങ്ങളുടെ മുഖം സ്കാൻ ചെയ്ത് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ സാധിക്കും. ഇനി മറ്റൊരു വഴിയാണ് ജീവൻ പ്രമാൺ ആപ്പ്. ഈ ആപ്പ് വഴിയും പെൻഷൻകാർക്ക് അവരവരുടെ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ സാധിക്കും. ബാങ്കിൽ പോകാൻ കഴിയാത്തവർക്കും ഡിജിറ്റൽ രീതി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ആപ്പ് വളരെ ഉപകാരപ്രദമായിരിക്കും. ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.